നമസ്കാരം. തലശ്ശേരിയിൽ കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുത്ത CPM നേതാക്കൾ. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, P ജയരാജൻ, PP ദിവ്യ എന്നിവരുൾപ്പെടെയുള്ള നേതാക്കളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. BJP പ്രവർത്തകൻ വടക്കുംപാട് നിഖിൽ വധക്കേസിലെ ഒന്നാം പ്രതി ശ്രീജിത്തിന്റെ വീട്ടിലാണ് CPM നേതാക്കളെത്തിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടിസുനിക്ക് 30 ദിവസം അനധികൃതമായി പരോൾ അനുവദിച്ച നടപടിക്കെതിരെ വിമർശനങ്ങൾ കടുക്കുന്നതിനിടയിലാണ് പുതിയ സംഭവം. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി മുഹമ്മദ് ഷാഫി, ഷുഹൈബ് വധക്കേസ് പ്രതി ആകാശ് തില്ലങ്കേരി എന്നിവരും ഗൃഹപ്രവേശനത്തിൽ പങ്കെടുത്തു. P ജയരാജൻ വാതിലിലെ നാടമുറിച്ച് വീടിന്റെ അകത്ത് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ് ശ്രീജിത്ത്. 2008 മാർച്ച് 5-നാണ് വടക്കമ്പാട്ട് വെച്ച് നിഖിലിനെ CPM പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത്. 2008 മാർച്ചിലാണ് BJP പ്രവർത്തകനായ നിഖിലിനെ ക്രൂരമായി കൊലപ്പെടുത്തിയത്. വടക്കമ്പാട് കൂലി ബസാറിനടുത്ത് വെച്ചായിരുന്നു ആക്രമണം. നിഖിലിനെ ലോറിയിൽ നിന്ന് വലിച്ചിറക്കി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കേസിൽ ശ്രീജിത്ത് അടക്കം 5 CPM പ്രവർത്തകർക്ക് തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിഞ്ഞിരുന്ന ശ്രീജിത്ത് കഴിഞ്ഞ ദിവസമാണ് പരോളിൽ ഇറങ്ങിയത്. ഇതിന് പിന്നാലെയാണ് CPM നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആഘോഷപൂർവ്വം വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങ് നടത്തിയിരിക്കുന്നത്. അതിനിടെ TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ നൽകിയതിൽ സർക്കാരിനെ ന്യായീകരിച്ച് ഖാദി ബോർഡ് വൈസ് ചെയർമാനും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ P ജയരാജൻ രംഗത്തെത്തി. കൊടിസുനിക്ക് പരോൾ നൽകിയതിൽ എന്താണ് മഹാ അപരാധമുള്ളതെന്ന് CPM നേതാവ് P ജയരാജൻ തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ചോദിച്ചു. അർഹതയുണ്ടായിട്ടും സുനിക്ക് 6 വർഷമായി പരോൾ അനുവദിച്ചില്ല. കോവിഡ് കാലത്ത് പോലും പരോൾ നൽകിയിരുന്നില്ല. ഇടക്കാലത്തുണ്ടായ കേസുകളുടെ പേരിൽ പരോൾ നൽകാതിരുന്നത് ശരിയായ തീരുമാനമാണ്. ജയിൽ മേധാവി ഇപ്പോൾ പരോൾ നൽകിയത് അമ്മയുടെ പരാതിയിലും മാനുഷിക പരിഗണനയിലുമാണ്. കൊടിയുടെ നിറം നോക്കാതെ പരോൾ ശുപാർശ നൽകിയിട്ടുണ്ടെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗമെന്ന നിലയ്ക്ക് കൊടിയുടെ നിറം നോക്കാതെ പരോൾ അനുവദിക്കുന്നതിനും ശുപാർശ ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്ത് ജീവപര്യന്തം ശിക്ഷക്കാരടക്കം എത്രയോ മാസങ്ങൾ പരോളിലായിരുന്നു. കോവിഡിന്റെ ഒരു ഘട്ടത്തിന് ശേഷം തടവുകാരോട് തിരികെ ജയിലിൽ പ്രവേശിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയാണ് മനുഷ്യാവകാശം പരിഗണിച്ച് കാലാവധി നീട്ടി നൽകിയത് എന്നതും അനുഭവമാണ്. കോവിഡ് കാലത്ത് പോലും കൊടിസുനിക്ക് പരോൾ നൽകിയിരുന്നില്ല. 6 വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാ അപരാധമാണ് ഉള്ളതെന്നും ജയരാജൻ ചോദിച്ചു. TP വധക്കേസ് പ്രതി കൊടിസുനി പരോൾ ലഭിച്ചതിനെ തുടർന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു. കൊടിസുനിയുടെ അമ്മ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് 30 ദിവസത്തെ പരോൾ അനുവദിച്ചത്. പരോൾ ആവശ്യപ്പെട്ട് അമ്മ മനുഷ്യാവകാശ കമ്മീഷനാണ് ആദ്യം അപേക്ഷ നൽകിയത്. കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ DGP പരോൾ അനുവദിക്കുകയായിരുന്നു. എന്നാൽ പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് പ്രതികൂലമായിട്ടും ജയിൽ DGP അനുകൂല നിലപാടെടുക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. അതേസമയം TP വധക്കേസ് പ്രതികൾ CPM-നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിമർശിച്ചു. TP ചന്ദ്രശേഖരൻ വധത്തിലെ ഗൂഢാലോചന പുറത്തുവിടും എന്ന് ഈ പ്രതികൾ CPM നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്. അത് പുറത്തുവിട്ടാൽ ഇപ്പോൾ പുറത്ത് കറങ്ങി നടക്കുന്ന പല CPM നേതാക്കളും അകത്തു പോകും. ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകളെ ഭയന്ന് ജീവിക്കുന്ന സർക്കാരാണ് കേരളത്തിലുള്ളത്. സർക്കാർ ആരുടെ കൂടെയാണ്? കേരളത്തിന്റെ മനസാക്ഷിയെ മുഴുവൻ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകം ചെയ്ത ഈ ക്രിമിനലുകൾക്കൊപ്പമാണ് CPM. പത്തനംതിട്ട ജില്ലയിലെ ക്രിമിനലുകൾ മുഴുവൻ CPM-ൽ ചേരുന്നത് അതിന് തെളിവാണ്. അവിടെ ചേർന്നാൽ സുരക്ഷിതമാണെന്ന് അവർക്കറിയാം. SFI-കാരെ കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളെ വരെ പാർട്ടിയിലേക്ക് മാലയിട്ട് സ്വീകരിക്കുന്നത് മന്ത്രിയുടെ നേതൃത്വത്തിലാണ്. കാപ്പ കേസ് പ്രതികളെ ഉൾപ്പെടെയാണ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്ന് പദവികൾ നൽകുന്നത്. ക്രിമിനലുകളുടെ താവളമായി CPM മാറിയെന്നും സതീശൻ കുറ്റപ്പെടുത്തി.